ഇത് തൽക്കാലം ഇപ്പം പറഞ്ഞ രണ്ടംഗ സമിതിയെ വെച്ച് അങ്ങ് പഠിച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. മാതാപിതാക്കളോ കുട്ടിയോ അല്ല പിന്നെ കോമ്പിനേഷൻ തീരുമാനിക്കുന്നത്, സർക്കാരാണ് തീരുമാനിക്കുന്നത്. സത്യമല്ലേ? സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടീനോട് പോയിട്ട് കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ കരിയറിൻ്റെ കാര്യം തന്നെ അവിടെ ഏകദേശം തീരുകയാണ്. രക്ഷിതാക്കൾക്കും സമൂഹത്തിനും എനിക്കും നിങ്ങൾക്കും വകുപ്പിനുമൊക്കെ അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ആംഗിൾ കൂടെ അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മലബാറിലെ +1 സീറ്റുകളുടെ ക്ഷാമത്തെക്കുറിച്ചും അത് പരിഹരിക്കാൻ ഇന്നലെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം മന്ത്രി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ച പരിഹാര നിർദ്ദേശത്തെക്കുറിച്ചുമാണ്. താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നത് ആലോചിക്കാം എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കാൻ, പ്രത്യേകിച്ച് മലപ്പുറത്തെ +1 സീറ്റ് ക്ഷാമത്തെക്കുറിച്ച് പഠിക്കാൻ ഒരു 2 അംഗ കമ്മിറ്റിയെ പുതുതായിട്ട് സർക്കാർ നിയോഗിച്ചിട്ടുമുണ്ട്. ആ കമ്മിറ്റിയോട് ജൂലൈ 5-നകം റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുക. താൽക്കാലിക ബാച്ച് അനുവദിച്ചുകൊണ്ട് തീർക്കാവുന്നൊരു പ്രശ്നമാണോ ഇത് എന്നുള്ളതൊരു ചോദ്യം. താൽക്കാലിക ബാച്ച് അനുവദിച്ചാൽ അത് പഠന നിലവാരത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കാൻ ഇടയുണ്ടോ എന്നുള്ള സംശയം വേറെ. അതിനേക്കാൾ പ്രധാനം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, 10ാം ക്ലാസ് പരീക്ഷാഫലം വന്നു കഴിഞ്ഞാൽ ഉടൻ മലബാറിലെ, പ്രത്യേകിച്ചും മലപ്പുറത്തെ +1 സീറ്റ് ക്ഷാമത്തെക്കുറിച്ചുള്ള വാർത്തകളുടെ വരവായി, തുടർന്ന് പ്രക്ഷോഭങ്ങളുടെ വരവായി. ഏറ്റവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അത് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത് നിലവിലുള്ള +1 സീറ്റ് ബാച്ചുകളിൽ കുറച്ച് 10%, 15% സീറ്റുകൾ അധികം നൽകിക്കൊണ്ട് പരിഹരിക്കുക എന്നുള്ള ടാക്ടിക്സാണ് സർക്കാരുകൾ സ്വീകരിച്ചിരുന്നത്. അന്നും കൂടുതൽ ബാച്ച് അനുവദിക്കുകയാണ് വേണ്ടത് എന്ന നിർദ്ദേശം അന്നും ഉയർന്നിരുന്നു. പക്ഷേ അതിന് സർക്കാരുകൾ പല കാരണങ്ങളാൽ വഴങ്ങിയിരുന്നുമില്ല. ഇത്തവണ കുറച്ചുകൂടെ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങളിലേക്ക് പോയി. സർക്കാർ അനുകൂല വിദ്യാർത്ഥി സംഘടനയായ SFI പോലും അവസാനം പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെ വിളിച്ച് ഇപ്പോൾ താൽക്കാലിക ബാച്ച് എന്നൊരു പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹി കൂടിയായ അക്ഷയ് കുമാറാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ദീർഘകാലമായി ഇതേക്കുറിച്ച് പഠിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും കൃത്യമായ ഡാറ്റ അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെൻറ്റ്. ഞാൻ ചോദിക്കുന്നത്, ആദ്യം നമുക്ക് ഇന്നലത്തെ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം സർക്കാർ വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ചാണ്. താൽക്കാലിക ബാച്ച് എന്നുള്ളതാണ് ഒരു പരിഹാരമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം ഫീസിബിളാണ്? ഇതൊരു സീസണൽ വിവാദമാണ് സത്യം പറഞ്ഞാൽ. SSLC പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്ന് എപ്പോൾ ഈ +1 ഏകജാലക പ്രവേശന നടപടികൾ ആരംഭിക്കുന്നുവോ, അലോട്ട്മെൻറ്റുകൾ വരുന്നുവോ അപ്പോഴുണ്ടാകുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാണുന്നത്. കഴിഞ്ഞ വർഷവും ചെയ്തത് മാർജിനൽ ഇൻക്രീസാണ്. അത് ഇത്തവണ കുറച്ച് നേരത്തെ പ്രഖ്യാപിച്ചു. പിന്നെ താൽക്കാലിക അധിക ബാച്ചുകൾ. മാർജിനൽ ഇൻക്രീസ് എന്ന് പറയുന്നത് നിലവിലുള്ള +2 +1 സീറ്റുകളിൽ, +1 ബാച്ചുകളിൽ അധികം സീറ്റ്, ഇത്ര ശതമാനം അധികം സീറ്റ് അനുവദിക്കുക. സർക്കാർ സീറ്റുകളിൽ 30, സർക്കാർ സ്കൂളുകളിൽ 30, എയ്ഡഡിൽ അത് 20, എയ്ഡഡ് സ്കൂൾ വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് 10 കൂടെ 30 എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്. സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം അതൊട്ടും സയൻറ്റിഫിക് അല്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. 40 സീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നമ്മുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും കാർത്തികേയൻ നായർ കമ്മിറ്റി റിപ്പോർട്ടിനകത്തും പറയുന്നത് ഈ പറഞ്ഞ 40 സീറ്റ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആ റിപ്പോർട്ട് ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഒരു 2 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതാരും പഠിക്കേണ്ടത്, വിദഗ്ധർ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വകുപ്പിൻ്റെ കയ്യിൽ തന്നെ കണക്കുണ്ട്. ശാശ്വത പരിഹാരം എന്നുള്ള നിലയ്ക്ക് താൽക്കാലിക ബാച്ചുകൾ എന്നതല്ല, അധിക സ്ഥിര ബാച്ചുകൾ നിർബന്ധമായും മലബാറിൽ അനുവദിക്കണം. അത് മലബാറിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെവിടെ സീറ്റില്ലാത്ത പ്രശ്നമുണ്ടോ അവിടെയൊക്കെ അത് അനുവദിക്കേണ്ടത് അനിവാര്യമാണ്. ഇതിപ്പോൾ സർക്കാർ ഇപ്പോഴും പല തരത്തിലുള്ള കണക്കുകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ചിലർ വലിയ കണക്ക് പറയുന്നു, ഇത്രയും വലിയ ഹ്യൂജ് നമ്പർ പറയുന്നു, അത്രയും സീറ്റുകൾ, അത്രയും കുട്ടികൾ പ്രവേശനം കിട്ടാതെ കാത്തിരിക്കുന്നതായിട്ട് ചിലർ പറയുന്നു. സർക്കാർ ഇത്രയും നാളും പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും, അതിന് പാകത്തുള്ള സംവിധാനങ്ങളുണ്ട്, അൺഎയ്ഡഡ് സംവിധാനങ്ങളുണ്ട് എന്നൊക്കെയാണ് സർക്കാർ വിശദീകരിച്ചുകൊണ്ടത്. ഇന്നലെ ഇപ്പോൾ സർക്കാർ പറയുന്നു 7400 ചില്ലറ, അതാണ് അവർ അവസാനം എത്തിയിരിക്കുന്ന ഒരു കണക്ക്. അത്രയും കുട്ടികൾക്ക് മലപ്പുറത്ത് മാത്രം, പാലക്കാട് 1200 ചില്ലറ കുട്ടികൾക്ക്, കാസർഗോഡ് ഒരു 250 കുട്ടികൾക്ക്, ഇത്രയും കുട്ടികൾക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത്. അല്ലെങ്കിൽ പ്രവേശനം അപേക്ഷിച്ചിട്ട്
കിട്ടാത്തത് ഇത്രയും മാത്രമാണ് എന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഈ കണക്കുകൾ എത്രത്തോളം ആധികാരികമാണ്? ഇത്രയും മാത്രമേ ഉള്ളൂ പ്രശ്നം യഥാർത്ഥത്തിൽ? നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടി മിനിസ്റ്റർ ഏറ്റവും റീസെൻ്റായി വായിച്ച കണക്കാണിത്. എന്നെ വിശ്വാസത്തിലെടുക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായിച്ച കണക്കിലാണ് ഈ 7478 സീറ്റിൻ്റെ കുറവേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത്. നമുക്കറിയാം HS CAPൻ്റെ സൈറ്റിനകത്ത് തന്നെ മലപ്പുറത്ത് 82,446 അപേക്ഷകൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നു. മറ്റ് ജില്ലകളിൽ നിന്നുള്ള അപേക്ഷ 7606. അതിൽ അലോട്ട് ചെയ്ത സീറ്റുകൾ 50,036. എന്നിട്ട് ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞൊരു 44. ഇത് പണ്ട് മിനിസ്റ്റർ നിയമസഭയിൽ ഒരു കണക്ക് അവതരിപ്പിച്ച അതേ പരിപാടിയാണ്. അതായത് അപേക്ഷകരുടെ എണ്ണം അവിടെ നിർത്തിക്കൊണ്ട് സർക്കാരിൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ലഭ്യമായ സീറ്റുകളുടെ എണ്ണം പറയും, അതിൽ അലോട്ട് ചെയ്ത എണ്ണം പറയും, എന്നിട്ട് ആ ഫിഗർ വളരെ ചെറിയൊരു വേക്കൻസി അവിടെ കാണിക്കും. ശരിക്കും തേർഡ് അലോട്ട്മെൻറ്റിലെ ഈ വന്ന അപേക്ഷകളിൽ അലോട്ട് ചെയ്ത സീറ്റുകൾ നോക്കിയാൽ 40,016 പേർ പുറത്താണ്. ഇതാണ് കണക്ക് കൂട്ടിയാൽ നമുക്ക് ബേസിക്കായി മനസ്സിലാവുക. കോഴിക്കോട്ട് അത് 21,077. ഇതാണ് കണക്ക്. മിനിസ്റ്റർ എന്തായാലും സ്വന്തം ഇരുന്ന് കണക്കൂട്ടി ഉണ്ടാക്കിയതല്ല, വകുപ്പ് ഉദ്യോഗസ്ഥരാണത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അവരെയാണ് ഉത്തരം പറയേണ്ടത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടെ പറയുകയാണെങ്കിൽ, സർക്കാർ പറയുന്ന കണക്കെന്ന് വെച്ചാൽ സർക്കാരിന് എത്ര സീറ്റുണ്ടോ അത്രയും സീറ്റുകളുടെ എണ്ണം പറയുന്നു, എത്ര പേർക്കാണോ പ്രവേശനം കിട്ടിയത് അത്രയും പ്രവേശനം കിട്ടിയ ആളുകളുടെ പറയുന്നു. ഇതിൻ്റെ വ്യത്യാസം എത്രയാണോ അത് വേക്കൻസി ആയിട്ട് കാണിക്കുന്നു. ഇതാണോ സർക്കാർ ചെയ്യുന്നത്? അതെ, ആ ഒരു രീതിയിലുള്ള കണക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ 7478 ഫിഗർ, ആ ഫിഗർ എവിടുന്ന് വന്നതെന്ന് നമുക്കൊന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. അത് മിനിസ്റ്റർ തന്നെ പറയേണ്ടി വരും നമുക്ക് ആ കണക്ക് എവിടുന്നാണ് കിട്ടിയെന്നുള്ളത്. നമുക്കത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു ഫിഗർ അദ്ദേഹം നിയമസഭയിൽ വായിച്ചു, അത് തന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. ആ കണക്ക് എവിടുന്ന് വന്നതാണെന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതലയും അദ്ദേഹത്തിനുണ്ട്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ മലപ്പുറവും കോഴിക്കോടും ജില്ലകൾ, ഈ 2 ജില്ലകൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 60,000-ലധികം കുട്ടികൾ പ്രവേശനം കിട്ടാതെ അല്ലെങ്കിൽ പ്രവേശനം കാത്ത് ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നമുക്കറിയാം 19-ാം തീയതി ജൂൺ 19-ന് തേർഡ് അലോട്ട്മെൻറ്റ് വന്നു, 21-ന് അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള കണക്ക് HS CAPൻ്റെ സൈറ്റിനകത്തുള്ള റീസെൻ്റ് അപ്ഡേറ്റ്സ് ആണിത്. ഇനി ജൂലൈ 2-നോ മറ്റോ ആണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുന്നത്. അതുവരെ കുട്ടികൾ കാത്തു നിൽക്കണം. ഏത് ഈ പറഞ്ഞ 10,000 കണക്കിന് വരുന്ന കുട്ടികൾ പിന്നെ അനിശ്ചിതത്വത്തിലാണ് അവരുടെ കാര്യം. ഓക്കെ, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന 60,000-ൽ എത്ര, നമ്മൾ മുൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, എത്ര കുട്ടികൾക്ക് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട് ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്കും? സർക്കാരിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കണക്കിനകത്ത് പറയുന്ന വേക്കൻസി ഉണ്ടല്ലോ, അതിലേക്കേ സർക്കാരിന് പിന്നെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ അധിക ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ കുറേ നമുക്കറിയാമല്ലോ, മനുഷ്യർ മുഷിയും ഇതിന് പിന്നാലെ നടന്ന് കിട്ടോ കിട്ടില്ലേ എന്നറിയില്ല. നമുക്കറിയാം ജൂൺ 24-ന് കുട്ടികൾ സ്കൂളിൽ പോയി, ഫസ്റ്റ് ഡേ പോയി. അവിടെയൊക്കെ ഈ കുട്ടികൾ, ഈ പറഞ്ഞ ആയിരക്കണക്കിന് കുട്ടികൾ പുറത്ത് നിൽക്കുകയാണ്. തങ്ങളുടെ സഹപാഠികൾ അലോട്ട്മെൻറ്റ് കിട്ടി ക്ലാസ്സിലിരിക്കുന്ന വേളയിലാണ് ഇവർ പുറത്ത് നിൽക്കുന്നത്. ഇതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വിഷമമാണ്. തീർച്ചയായിട്ടും അവർ മറ്റു മാർഗ്ഗങ്ങൾ തേടും. ഇപ്പോൾ കുറേ ഫിഗറിൽ കുറയും. മറ്റു മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള മാർഗ്ഗം? ഇപ്പോൾ അൺഎയ്ഡഡ് മേഖല ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്ന കണക്കുകളിൽ പലപ്പോഴും ഈ അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മൾ വേറൊരു നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അൺഎയ്ഡഡ് മേഖലയിൽ സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. അപ്പോൾ അവിടെ പോകാൻ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ, സന്നദ്ധരായിട്ടുള്ള ആളുകൾ അവരവിടെ പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അപകടവുമില്ല. അപ്പോൾ എല്ലാം ഈ സർക്കാർ എയ്ഡഡ് മേഖലയിൽ തന്നെ വേണം സീറ്റുകൾ എന്നുള്ള ഒരു ഡിമാൻഡാണോ, അതോ ഈ ഡിഫറെൻ്റ് ഏരിയ കൊണ്ട് ഇത് പൂർത്തീകരിക്കണം, അങ്ങനെയാണോ? എന്താണ് യഥാർത്ഥത്തിലൊരു സോഷ്യൽ ജസ്റ്റിസ് ആംഗിളിലൂടെ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? ഈ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നമ്മളെപ്പോഴും പറയാറുണ്ട്. ഒരു ക്ലാസ് റൂമിലെ സ്ട്രെങ്ത്ത് കൂടാതെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസിൻ്റെ ക്വാളിറ്റി, അതൊരു ഘടകം തന്നെയാണ്. എയ്ഡഡ് സ്കൂളിലെ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ഓക്കെയാണ്. പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും. 10ാം തരം വരെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ആശ്രയിച്ച് പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒരു പക്ഷേ +1 ഈ പറഞ്ഞ ഫീസ് അഫോർഡ് ചെയ്യാൻ
പറ്റുന്നതല്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വസ്തുതയാണ്. പിന്നെ അവരുടെ മുന്നിലുള്ള സാധ്യത എന്ന് പറയുന്നത് ഓപ്പൺ സ്കൂളാണ്. അത് മന്ത്രി തന്നെ നിയമസഭയിൽ ഒരു കണക്ക് വായിച്ചു. കഴിഞ്ഞ വർഷം 12,895 പേർ സ്കോൾ കേരളയിലെ ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തു. ഈ വർഷവും അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സ്കോൾ കേരള കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ 10 കഴിഞ്ഞ കുട്ടിക്കുള്ളതല്ല. അത് പല കാരണങ്ങൾ കൊണ്ട് ഉപരിപഠനം നഷ്ടമായ ആളുകൾക്ക് പിന്നീട് തുടർ പഠനത്തിനുള്ള അവസരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി, 14-15 വയസ്സുള്ള കുട്ടി, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ കൗമാരക്കാരായിട്ടുള്ള ഈ കുട്ടികൾ സമപ്രായക്കാരായ പിയർ ഗ്രൂപ്പിനൊപ്പം പഠിക്കുമ്പോൾ അക്കാഡമിക്സ് മാത്രമല്ലല്ലോ നമ്മൾ പെർസ്പെക്റ്റീവിൽ നോക്കേണ്ടത്, കുറേ ലൈഫ് സ്കിൽസ് അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പിന്നെ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് ഈ വിഷയമെന്നും പറയാൻ കാരണം. റൈറ്റ്. ഇതിപ്പോൾ നമ്മൾ പ്രാഥമികമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ +2 സമ്പ്രദായം കേരളത്തിൽ നിലവിൽ വരുന്നതിന് മുമ്പ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നൊരു കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ ആളുകൾക്കും പ്രീ ഡിഗ്രിക്ക് സീറ്റ് ലഭിച്ചോളണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടുമായിരുന്നില്ല. അവരിഷ്ടപ്പെട്ട ഗ്രൂപ്പുകളിൽ ഒരു പക്ഷേ അഡ്മിഷൻ കിട്ടുമായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. +2 ആരംഭിച്ചതോടുകൂടി ഇതൊരു സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ 12 വരെയുള്ള ക്ലാസ്സുകൾ മാറുകയാണ് ചെയ്തത്. അപ്പോൾ 10ാം ക്ലാസ് വരെ എങ്ങനെയാണോ നമ്മൾ എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ സംവിധാനത്തിലൂടെ വിദ്യാഭ്യാസത്തിനുള്ള അവസരം നൽകിയിരുന്നത്, അത് 12ാം ക്ലാസ് വരെ നൽകുക എന്ന ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്നുള്ള കൺസെപ്റ്റ് കൂടിയുണ്ട് ഈ 12ാം ക്ലാസ് വരെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു കാര്യം, അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനം എത്താതെ പോയതിൻ്റെ ബാക്കി കൂടിയാണോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന എന്താ പറയുക, സീറ്റില്ല, 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2ലേക്ക് കയറാൻ, +1ലേക്ക് അഡ്മിഷൻ കിട്ടാൻ സീറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യം വന്നത് ഈ 10 വരെ നമ്മൾ എങ്ങനെയാണോ പൊതുവിദ്യാഭ്യാസത്തെ കണ്ടിരുന്നത് അത് 12 വരെ ആയിരിക്കുന്നു എന്ന തോന്നലിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ എത്താത്തതിൻ്റെ കൂടെ ഭാഗമായിട്ടാണോ? യാതൊരു സംശയവും വേണ്ട. 2000-ന് മുൻപ് ഹയർ സെക്കൻഡറി നിലവിൽ വന്നു. നമ്മളിത് സംസാരിക്കുന്ന 2024 24 വർഷം മാറി മാറി സർക്കാരുകൾ ഭരിച്ചു. ഈ പ്രശ്നം ഉള്ളതാണ്. പക്ഷേ ഇതിലേക്ക് എന്തുകൊണ്ടാണ് സൊല്യൂഷനിലേക്ക് എത്താത്തത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞു, അതായത് 10 വരെ പഠിക്കുന്ന ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ ഭാഗമായിട്ടൊക്കെ വന്ന കുട്ടികൾ, അവരെ എന്ത് ചെയ്യേണ്ടതുണ്ട്? +1 +2ലേക്കും സ്കൂളിങ്ങിൻ്റെ ഭാഗമായല്ലോ സ്വാഭാവികമായിട്ടും അവരെ ഈ സിസ്റ്റത്തിനകത്ത് തന്നെ നിർത്തേണ്ടതുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് നിഷേധിക്കുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. ഇത് നമ്മൾ ഓർക്കുമ്പോഴേ ഇത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ മൊത്തം ഉണ്ടാവേണ്ട ഒരു പ്രതിഭാസമാണ്. സാമാന്യം പോലെ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇതേപോലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ മലബാർ മേഖലയിലെ ജില്ലകളിൽ മാത്രമായിട്ട് ചുരുങ്ങി നിൽക്കുകയാണ്. എൻ്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് +2 സമ്പ്രദായത്തിലേക്ക് മാറിയ സമയത്ത് തന്നെ, +2 സ്കൂളുകൾ അനുവദിക്കുന്ന ഘട്ടത്തിൽ തന്നെ മലബാർ മേഖലയിലെ ജില്ലകളിൽ വേണ്ടത്ര +2 സ്കൂളുകൾ അനുവദിക്കപ്പെടാതിരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അന്നു മുതൽ തുടങ്ങിയതിൻ്റെ ഒരു തുടർച്ച മലബാറിലെ ജില്ലകൾ ഇപ്പോഴും അനുഭവിക്കുന്നു എന്നാണോ? അത് ശരിക്കും അങ്ങനെ തന്നെയാണോ സംഭവിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. അന്ന് വിദ്യാഭ്യാസ മന്ത്രി കുറേ സ്കൂളുകൾക്ക് ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി അലോട്ട് ചെയ്തു. അതിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ല. അത് തുടർന്നു പോരുകയാണ്. ചരിത്രപരമായ റീസൺസ് അതിനകത്തുണ്ട്. പക്ഷേ ആ ഒരു ഇംബാലൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ തെറ്റ് തിരുത്താനോ അതിന് ബദൽ സംവിധാനം കൊണ്ടുവരാനോ വേണ്ടി ആരും ഒരു റിമാർക്കബിളായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ആ റിമാർക്കബിളായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴേ നമ്മൾ അതിന് ശേഷം ഇപ്പോൾ 1996-2001 ആ കാലഘട്ടത്തിലെ സർക്കാരാണ് +2 അനുവദിച്ചു തുടങ്ങുന്നത്. അന്ന് PJ ജോസഫ് ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. +2 കോഴ്സുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അലിഗേഷൻസ് എന്നുണ്ടായിരുന്നു, കോഴ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ആ കോഴ അലിഗേഷൻസിന് ആരോപണ വിധേയരായ ആളുകൾ ഇപ്പോൾ ചിലരെങ്കിലും ജനപ്രതിനിധികളായിട്ടുണ്ട്, ചിലർ ജനപ്രതിനിധികളല്ലാതായിട്ടുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഇക്വേഷൻ പിൽക്കാലത്ത് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. മലബാറിൽ നിന്നുള്ള ലീഡേഴ്സും മലബാറിൽ നിന്നുള്ള എന്താ പറയുക പൊളിറ്റിക്കൽ ഫോഴ്സും കേരളത്തിൻ്റെ അധികാരത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് പാർട്ടി എന്നുള്ള നിലയ്ക്കായാലും ഇപ്പം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആയാലും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ, ഈവൻ പാർട്ടി നേതൃത്വത്തിലാണെങ്കിലും ഒക്കെ മലബാറിൽ നിന്നുള്ള നേതാക്കളുണ്ട്. അപ്പോൾ
അന്ന് ഉണ്ടായിരുന്നൊരു രാഷ്ട്രീയമല്ല ഇന്നുള്ളൊരു രാഷ്ട്രീയം. പക്ഷേ ഈ രാഷ്ട്രീയ മാറ്റം ഉണ്ടായിട്ട് പോലും ഈ പ്രശ്നം ഇപ്പോഴും ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് നമ്മൾ നേരിട്ട് കാണുന്നതിനപ്പുറം മറ്റു പല കാരണങ്ങളുണ്ട് എന്ന് തോന്നലുണ്ടോ? നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയ കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ ബാക്കിയായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയിൽ പോയി നമ്മൾ ജനപ്രതിനിധികളെ കാണുന്നു, മന്ത്രിമാരുടെ മന്ദിരങ്ങൾ, സെക്രട്ടേറിയറ്റിനകത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മീറ്റ് ചെയ്യുമ്പം നമുക്കിന്ന് മനസ്സിലായത് ജനപ്രതിനിധികൾ പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അവെയറല്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മണ്ഡലാടിസ്ഥാനത്തിലൊരു കണക്കിറക്കിയിരുന്നു. അതായത് സർക്കാർ റിസോഴ്സിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഡാറ്റ കിട്ടുക. ഒരു മണ്ഡലത്തിൽ എത്ര സ്കൂളുണ്ടെന്ന് കിട്ടും, അവിടുന്ന് SSLC പാസ്സാവുന്ന കുട്ടികൾ, അവിടെയുള്ള +1 സീറ്റുകൾ. ഇത് മൈനസ് ചെയ്താൽ തന്നെ വളരെ ക്ലിയറാണ്. ആ അർത്ഥത്തിൽ തന്നെ സർക്കാർ എപ്പോഴും താലൂക്ക് അടിസ്ഥാനത്തിലുള്ള കണക്കാണ് പറയുന്നത്. ഇപ്പോഴും പറഞ്ഞത് എന്താണ്? താലൂക്ക് അടിസ്ഥാനത്തിൽ അധിക ബാച്ചുകൾ അനുവദിക്കുമെന്നാണ്. മണ്ഡലാടിസ്ഥാനത്തിലാകുമ്പോൾ അത് പോപ്പുലേഷൻ്റെ ബേസിസിൽ കൂടിയാണല്ലോ. അങ്ങനെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അത് സയൻറ്റിഫിക് തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറവുകൾ ഉണ്ട് എന്ന് മനസ്സിലാകുകയും അത് ഇവരുടെ അടുത്ത് പോയി പറയുന്ന സമയത്ത് MLA-മാരെയൊക്കെ കണ്ട് അവരെ ധരിപ്പിക്കുമ്പോഴാണ് അവർ ഇതിനെക്കുറിച്ച് ബോധേഡാവുന്നത്. അപ്പോൾ ഇവർ പോലും ഇതിനെക്കുറിച്ച് ബോധവാന്മാരല്ല. ജനപ്രതിനിധികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ആരാണ് ഇതിനെക്കുറിച്ച് പിന്നെ അറിയുന്നത്? ആർക്കാണ്? ഉദ്യോഗസ്ഥ തലത്തിൽ ഇതിനെക്കുറിച്ച് അറിയാം. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതൊരു ചോദ്യമാണ്. നമുക്കറിയാം, ഇപ്പം നേരത്തെ പറഞ്ഞു PJ ജോസഫിൻ്റെ കാലത്ത് അനുവദിച്ച സ്ഥലങ്ങളിൽ, അപ്പോൾ അവിടെ ഇപ്പം ഇനി സർക്കാരിൽ ആവട്ടെ എയ്ഡഡ് മേഖലയിലാവട്ടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ബാച്ചുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം നമുക്കറിയാം ഇപ്പം സ്മൂത്തായി റൺ ചെയ്യുന്ന വളരെ കംഫർട്ട് സോണിലിരിക്കുന്ന പലരുടെയും കസേരകൾ ഇളകും. ഇതിനെയാണോ ഭയക്കുന്നത്? ഇതാണോ തടസ്സം? ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, അതിനേക്കാൾ വലുത് ഇതാണോ എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ വലിയ ചോദ്യമാണ്. മറ്റെന്താണ് തടസ്സമെന്ന് നമ്മുടെ സ്വാഭാവികമായിട്ടും സീറ്റ് കിട്ടാതെ പുറത്ത് നിൽക്കുന്ന ഈ ചോദ്യം ചോദിക്കുന്ന സാധാരണക്കാരനായ മനുഷ്യരോട് മറുപടി പറയാൻ സർക്കാരും വകുപ്പും ബാധ്യസ്ഥരാണ്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ മലബാറിലെ കാര്യം നമ്മൾ സവിശേഷം, മലബാറിലാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ, മലപ്പുറത്താണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഈ മലബാറിന് പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകളുടെ കണക്കുകൾ നിരന്തരം നമ്മൾ ഈ ഡിസ്കഷൻ വന്ന കാലങ്ങളിലൊക്കെ ഈ ബാച്ചുകളെ കുറിച്ചുള്ള ചർച്ചകൾ വരാറുണ്ട്. എത്ര കാലമായോ ഈ സീറ്റ് ക്ഷാമത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നു, അത്രയും കാലമൊക്കെ എവിടെയാണ് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്, എവിടെയാണ് അധികം ബാച്ചുള്ളത്, ആളില്ലാത്ത ബാച്ചുള്ളത് എവിടെയാണ് എന്നുള്ള ചർച്ചകളൊക്കെ എല്ലാ കാലത്തും വരാറുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടായിരിക്കും സർക്കാരിന് ഇങ്ങനെ ആലോചിക്കാൻ പറ്റാത്തത്? ഈ ബാച്ചുകൾ റീഓറിയൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ റീഓർഗനൈസ് ചെയ്യണം. എവിടെയാണോ കൂടുതലുള്ളത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇപ്പോൾ സർക്കാർ പ്രധാനമായിട്ടും പറയുക ഇതൊരു ഫിനാൻഷ്യൽ ബേർഡനാണ്. കൂടുതൽ ബാച്ച് അനുവദിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അധ്യാപകർ അനുവദിക്കണം, അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം, അപ്പോൾ അത് ഫിനാൻഷ്യൽ ബേർഡനാണ് എന്നൊക്കെയാണ് അവർ പറയുക. ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ കാര്യത്തിലെങ്കിലും ഒരുപക്ഷെ ഈ ബാച്ചുകളെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാധ്യത സർക്കാരിന് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഒരു 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 പൊളിറ്റിക്കൽ വില്ലില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കാര്യം മാത്രമല്ല, അപ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അന്നും ഈ ബാച്ചുകൾ ഇങ്ങോട്ട് മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒരു പൊളിറ്റിക്കൽ വില്ലില്ല എന്നുള്ളതാണോ പ്രധാനപ്പെട്ട പ്രശ്നം? അതിനൊരു ഉദാഹരണം, ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് തന്നെ കോളേജുകൾ അനുവദിച്ചു. അത് പിന്നീട് പിണറായി സർക്കാർ വന്ന സമയത്താണ് അതിൻ്റെ ബാക്കി പണികളൊക്കെ നടന്നത്. എല്ലാ കെട്ടിടവും ഉണ്ടാക്കി, മുറിയുണ്ടാക്കി, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടല്ല പലപ്പോഴും പലതും വരുന്നത്, പിന്നാലെ വരുന്നതാണ്. അപ്പോൾ ആ അലോട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ള താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ +1 വരുന്ന കാര്യം പോലും അങ്ങനെ ചെയ്യാവുന്നുള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ കോഴിക്കോട് ഉണ്ടല്ലോ ഷിഫ്റ്റ് സംവിധാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സ്കൂൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ആയിരക്കണക്കിന് കുട്ടികൾ പുറത്തു നിൽക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അങ്ങനെയുള്ള ബദൽ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? പിന്നെ നേരത്തെ പറഞ്ഞ അതേ കാര്യം, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ബാച്ചുകൾ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ചങ്ങലയിട്ട് മുറുകിയ പോലെ എന്താണ് അത്? ഈ അധ്യാപക സംഘടനകളെയാണോ ഭയക്കുന്നത്? ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒരു സംശയമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ഉദ്യോഗസ്ഥർ നിരന്തരം ഇവർ ഈ കണക്കുകൾ ഇങ്ങനെ, ഇപ്പോൾ സൈറ്റിൽ ലഭ്യമായ കണക്കുകൾ തന്നെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് തരും. ഇവർ ഈ പറയുന്നത് യഥാർത്ഥ
വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സൈറ്റിലെ കണക്ക് നോക്കിയാൽ മതി. ഇപ്പോൾ അക്ഷയ് തന്നെ സൂചിപ്പിച്ച പോലെ ടോട്ടൽ അപ്ലിക്കൻസ് ഇത്ര, ടോട്ടൽ സീറ്റുകൾ ഇത്ര, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കഴിഞ്ഞാൽ തന്നെ എത്ര പേർക്ക് അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള കണക്ക് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ കണക്ക് നമ്മുടെ മുമ്പിലിരിക്കെ എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ ഇങ്ങനെ നിരന്തരമായിട്ട് സർക്കാരിന് അല്ലെങ്കിൽ മന്ത്രിക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പാകെ ഒരു സീറ്റുകൾക്കൊന്നും കുറവില്ല, എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാൻ പാകത്തിനുള്ള സീറ്റ് ഇവിടെ ഉണ്ട് എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക? ഞാൻ ഈ വർഷത്തെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത് തുടങ്ങിയ കാലം മുതൽ ഉദ്യോഗസ്ഥർ ആവർത്തിക്കുന്ന ഒരു പല്ലവിയാണിത്. എന്തുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥർ ഇത്രയും അഡമൻ്റായിട്ട് ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ 40,000-ൻ്റെയോ 21,000-ൻ്റെയോ കുറവുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്താൽ സൊല്യൂഷനിലേക്ക് എത്താൻ നിർബന്ധിതരാവുമല്ലോ, പരിഹാരം ചെയ്യേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. അത് വേണ്ട എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഈ പറഞ്ഞ 7,478 കണക്ക് പോലും ജനിക്കുന്നത് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയോ വകുപ്പിൻ്റെയോ മുഖം രക്ഷിക്കാനുള്ള കാപട്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ല, അതുകൊണ്ട് എന്താണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഈ ഉദ്യോഗസ്ഥർക്കുണ്ടാകാൻ പോകുന്നത്? അവർക്ക് വസ്തുത പറഞ്ഞ് ഇത്രയും അഡീഷണൽ സീറ്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾക്ക് പഠനം, അതിനാണല്ലോ ബേസിക്കലി വിദ്യാഭ്യാസ വകുപ്പും ആ ഉദ്യോഗസ്ഥരും ഒക്കെ ഇരിക്കുന്നത്. അത് മറച്ചു വയ്ക്കുന്നതുകൊണ്ട് അവർക്കുള്ളൊരു നേട്ടം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഒരു പ്രദേശത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. അത് മറച്ചു വയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തുകാരോട് ചെയ്യുന്ന ഒരു അനീതിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുവെക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ സത്യത്തിൽ? ആ ഒരു സംശയം നമ്മുടെ അടുത്തുണ്ട്. അതായത് ബ്യൂറോക്രാറ്റ്സിൻ്റെ ഇടപെടൽ. ഇപ്പോൾ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, പിന്നെ മന്ത്രി, മൊത്തത്തിൽ സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയായിരിക്കുമല്ലോ ഇത് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ താൽക്കാലിക ബാച്ച് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. ഇപ്പോൾ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എക്സിസ്റ്റിംഗ് ബാച്ചുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർ താൽക്കാലിക ബാച്ചുകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വന്നേക്കാം. എന്നിട്ട് ബാക്കി വരുന്നത് ഒരു പക്ഷേ ഗസ്റ്റ് ലെക്ചേഴ്സായിട്ടോ അല്ലെങ്കിൽ ഗസ്റ്റ് അധ്യാപകരായിട്ടോ നിയമിച്ചേക്കാം. അതായിരിക്കും വരാൻ പോകുന്നൊരു സംവിധാനം. അതിൻ്റെ ഒപ്പം പല ബാച്ചുകളിലും, ഇപ്പോൾ സയൻസ് ബാച്ചുകളാണ്, ലാബ് സൗകര്യം വേണ്ടി വരും, ലാബിൽ കുട്ടികൾക്ക് പോകേണ്ടി വരും, അവരുടെ പഠനത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ബാക്കി വർക്കുകൾ ചെയ്യേണ്ടി വരും. ഇതിനൊക്കെയുള്ള ഫെസിലിറ്റി ഉണ്ടാക്കേണ്ടി വരും. താൽക്കാലിക ബാച്ച് അനുവദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ബാച്ചിലുള്ള ആളുകൾക്ക് പോലും ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ സംവിധാനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ക്രിയേറ്റ് ചെയ്യുക? തീർച്ചയായിട്ടും. തെക്കൻ ജില്ലകളിൽ നേരത്തെ പറഞ്ഞ സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് 25 കുട്ടികൾ പോലും ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കംഫർട്ടാണ്. ആ ആൾക്ക് 65 ആളുള്ള ക്ലാസ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞ അധ്യാപക സമൂഹത്തിൻ്റെ ഇടയിൽ പോലും, ഞാൻ ഒരിക്കലും ജനറലൈസ് ചെയ്യുന്നില്ല, ഇതിനുവേണ്ടി ശബ്ദമുയർത്തുന്നതിൽ അധ്യാപകർ അടക്കമുണ്ട്. എന്നാൽ ഒരു വിഭാഗമെങ്കിലും അവരുടെ വർക്ക് ലോഡ് അവരുടെ കൺസേൺ ആണ്. സ്വാഭാവികമായിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞ ക്ലാസ് റൂം ആക്ടിവിറ്റി മാത്രമല്ല, സയൻസ് ആവുന്ന സമയത്ത് ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് അതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊക്കെ അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടേണ്ട ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അതിൻ്റെ മെത്തഡോളജി, അതൊക്കെ പിന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് ക്വാളിറ്റിയെ ബാധിക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവിടെ തന്നെയാണ് എൻ്റെ അടുത്ത നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ച വരുന്നത്. കാരണം ഇങ്ങനെയുള്ള ഷോർട്ട് ടേം അറേഞ്ച്മെൻറ്റ്സിലൂടെ ഇതിങ്ങനെ പരിഹരിച്ചു കൊണ്ടുപോവുക, എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുക, ഇതിൻ്റെ ഒരു അടിസ്ഥാന ഫിലോസഫി എന്തായിരിക്കും? ഇതിങ്ങനെ മതി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു കാര്യം എന്തായിരിക്കും? ഒന്നുമില്ലെങ്കിൽ ഇത് എന്താ പറയുക, സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എന്നുള്ളൊരു കാരണമാകാം, അല്ലെങ്കിൽ ഇതിങ്ങനെ കുറച്ച് കാലം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും, ബാക്കിയുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിലേക്ക് പൊക്കോളും എന്നുള്ള തോന്നലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അൺഎയ്ഡഡ് മേഖലയിൽ കുറച്ച് കുട്ടികൾ കൂടുതൽ പ്രവേശിച്ചോട്ടെ. കാരണം വെച്ചാൽ അൺഎയ്ഡഡ് മേഖല ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് അത് ലാഭകരമായി നടത്തണം, ലാഭകരമായിട്ടല്ലെങ്കിൽ പോലും അത് നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു എന്താ പറയുക, നമ്മൾ ബ്രേക്ക് ഈവൻ എന്നൊക്കെ പറയില്ല, അതുപോലെ നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും. അപ്പോൾ ആ മേഖലയിലേക്ക് കുറച്ച് കുട്ടികൾ പൊക്കോട്ടെ എന്നുള്ള തോന്നലിലാണോ? ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. എന്തായിരിക്കും ഞാൻ ചോദിക്കുന്നത്? ഇത് ഈ എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അപ്പോൾ എന്ത് ഫാക്ടറായിരിക്കും ഇവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഈ തീരുമാനം എടുക്കുന്ന ആളുകൾ. തീർച്ചയായിട്ടും സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു സീസണൽ പ്രശ്നമാണ്. ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്,
പിന്നെ ക്ലാസ് തുടങ്ങി കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഇതങ്ങ് അടിയിൽ പോകും, കെട്ടടയും. ഈ സീറ്റ് കിട്ടാത്ത ആളുകൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ അൺഎയ്ഡഡിൽ പോവും. മാനേജ്മെൻറ്റ് സീറ്റിൽ വലിയ കോഴ കൊടുത്ത് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ഓപ്പൺ സ്കൂൾ സംവിധാനത്തിലേക്ക്, പാരലൽ കോളേജ് പോലുള്ള സംവിധാനത്തിലേക്ക് പോവും. ഇതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത് നോക്കിയാൽ നമുക്കിതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പൊയ്ക്കോളും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതാണല്ലോ സംഭവിച്ചത്. ഞാൻ പറഞ്ഞല്ലോ 20 വർഷത്തിൻ്റെ മുകളിലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നുള്ള തടസ്സം ഞാൻ ഈ പറഞ്ഞ സാമ്പത്തിക ഒരു ഘടകമാണ്. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്തതൊരു ഘടകമായിരിക്കാം. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത് ഇവിടെ മറ്റ് പല പ്രോജക്റ്റുകൾ, വികസന പദ്ധതികൾക്കൊക്കെ കോടികളുടെ, നമ്മുടെ വായക്കൊള്ളാത്ത ഫിഗറിൽ സംഖ്യയിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ബേസിക്കായൊരു നീഡല്ലേ ഇത്? ഇതിന് ചോദിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് പൈസ ഇല്ലാണ്ടാവുന്നത്? ഇതിനെങ്ങനെയാണ് പിന്നെ വലിയ ബാധ്യതയെ മാറുന്നത്? ഇതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് നിർബന്ധമായും എത്തണമെന്നല്ല. ഇത് പറയുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലങ്ങൾ നമ്മുടെ മുമ്പിൽ ഫിസിക്കലായി തന്നെ നമ്മൾ പലയിടത്തും കാണുകയും ചെയ്യുന്നുണ്ട്. പല സ്കൂളുകളുടെയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. സർക്കാർ സംവിധാനത്തിലേക്കും എയ്ഡഡ് സംവിധാനത്തിലേക്കും കൂടുതൽ കുട്ടികൾ തിരിച്ച് വരുന്ന കണക്കുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ സെക്ടറിൽ വലിയ തോതിൽ ശ്രദ്ധിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന, ആ അവകാശവാദത്തിൽ കുറച്ചൊക്കെ കഴമ്പുള്ളൊരു സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഈ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെ ആയിട്ട് അങ്ങ് കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് +2 കൂടെ വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടെ ഇത് പോകേണ്ടതുണ്ട്. എല്ലാ കുട്ടികൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി തന്നെ +1 +2ലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം വെച്ചാൽ നമ്മളുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഒരു +2 വരെ ആണ് എന്നുള്ളൊരു ആ ഒരു തിങ്കിങ് പാറ്റേണിലേക്ക് നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മാറിയിട്ടില്ല എന്നാണോ? നമ്മൾ ഈ 996 ശേഷം ഈ 2024 വരെ ഉള്ള കാലം കൊണ്ട് അങ്ങനെ മാറിയിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണല്ലോ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇപ്പം പറഞ്ഞ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഒക്കെ ഭാഗമായി നമ്മൾ അവകാശപ്പെടുന്ന കേരള മോഡൽ എന്നത് 10ാം ക്ലാസ് വരെയും അതിനുശേഷം ഇപ്പം ഓപ്പൺ സ്കൂളിലേക്ക് അഡ്മിഷൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിൻ്റെ മക്കളാണല്ലോ ഈ പറഞ്ഞ 10 വരെ പഠിക്കുന്നത്. അവരെങ്ങനെയെങ്കിലുമൊക്കെ 10 കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോളണം എന്നുള്ള രീതിയിലാണോ പറയുന്നത് എന്നുള്ള സംശയം പോലും ഉണ്ട്. ഇപ്പം നമ്മുടെ ഒരു മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസം ഒരു പ്രതികരണം നടത്തി. അത് ശരിയാണെന്നറിയില്ല, ഞാൻ സോഷ്യൽ മീഡിയക്കകത്ത് കണ്ടതാണ്. ഓരോ സ്കൂളിലും പോയി കുട്ടി പഴയ രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അങ്ങനെ ഇത് ഇരട്ടിക്കുകയാണോ എന്നുള്ള കൺഫ്യൂഷൻ മന്ത്രിക്കുണ്ടോ, ഏകജാലകമായത് അദ്ദേഹത്തിന് അറിയില്ലേ എന്നൊരു മിനിസ്റ്റർ തന്നെ ചോദിച്ചതായി ഞാൻ കണ്ടത്. ഫേക്കാണെന്ന് എനിക്കറിയില്ല, നമുക്ക് പോലും തോന്നുന്നൊരു ചോദ്യം. അപ്പോൾ ആ രീതിയിൽ ഇത് അങ്ങനെ പ്രശ്നമുണ്ടല്ലോ. ഇതിലൊരു കാര്യം കൂടെ ഇത്തവണത്തെ സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നതിന് മുമ്പേ തന്നെ ഈ അധിക സീറ്റുകൾ ഈ 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. +1 അധിക സീറ്റുകൾ അനുവദിക്കും എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഈ അധിക സീറ്റ് അനുവദിച്ച് കഴിഞ്ഞതിന് ശേഷവും പുറത്തു നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്ക്, അല്ലേ? അങ്ങനെയല്ലേ? തീർച്ചയായും. അതായത് പിന്നെ ഇപ്പോൾ അധിക ബാച്ച് അനുവദിച്ചാൽ പോലും എക്സിസ്റ്റിംഗ് ബാച്ചുകളിൽ, നിലവിലുള്ള ബാച്ചുകളിൽ തന്നെ 60ഉം 65ഉം ഒരുപക്ഷെ 70 കുട്ടികൾ വരെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ ഈ പുറത്ത് നിൽക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ബാച്ചുകളുടെ വിദ്യാർത്ഥികളുടെ കൂടുതൽ ഒരു പ്രശ്നമായി നിൽക്കുന്നു. അധിക ബാച്ച് അനുവദിച്ചാലും, താൽക്കാലികമായ അധിക ബാച്ച് അനുവദിച്ചാൽ പോലും ഈ പറയുന്ന എണ്ണ കൂടുതൽ ഇപ്പോഴും ഇവിടെ ഒരു പ്രശ്നമായിട്ട് നിൽക്കും. അതായത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ സങ്കല്പത്തെ ഒരു തരത്തിലും സെർവ് ചെയ്യുന്ന തീരുമാനങ്ങളല്ല ഇപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇത്രയും ഉന്നയിച്ചതിന് ശേഷവും സർക്കാർ സംവിധാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണോ? അധിക ബാച്ച് വലിയൊരു സംഭവമായിട്ടാണ് പ്രഖ്യാപിക്കാറ് എല്ലാ വർഷവും. നമ്മളെ മീഡിയ പോലും, ഞാനൊരു പ്രസ് മീറ്റിൽ മാധ്യമങ്ങളെ മുന്നിലിരുത്തി പറഞ്ഞിരുന്നു, നിങ്ങളിത് വലിയ വെണ്ടക്കാക്ഷരത്തിൽ 30% മാർജിനൽ ഇൻക്രീസ് എന്നൊക്കെ കൊടുക്കുമ്പോൾ എന്തോ ഒന്ന് ചെയ്തു തന്ന പോലെ കാണുന്ന ആൾക്ക് തോന്നും. ഇതെല്ലാ കൊല്ലമുള്ള നിലവിലുള്ള സീറ്റിൽ നിന്ന് 1% 30 അല്ലെങ്കിൽ 20% അങ്ങ് കൂട്ടി 50 ആളോ 40 ആളോ ഇരിക്കേണ്ടടുത്ത് 65 ആളും 70 ആളും ഇരിക്കുന്ന പരിപാടി. ഇതാണ് ഈ മാർജിനൽ ഇൻക്രീസ് എന്നുള്ളത്. അപ്പോൾ അത് വലിയ ഒരു കാര്യമായിട്ട് പറയേണ്ട ഒരു സംഭവമൊന്നുമല്ല. ഇതാണ് അതിൻ്റെ വസ്തുത, ഈ പറഞ്ഞ മാർജിനൽ ഇൻക്രീസ് എന്നുള്ളത്. അല്ല, ഇത്തവണ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ആ മാർജിനൽ ഇൻക്രീസും കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും കുട്ടികൾ പുറത്ത് വെക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ താൽക്കാലിക ബാച്ച് അനുവദിച്ചാലും
ഈ മാർജിനൽ ഇൻക്രീസ് കൂടെ ചേർത്തിട്ടായിരിക്കുമല്ലോ ആ ബാച്ചുകളിൽ കുട്ടികളുണ്ടാവുക. അതെ അതെ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ബാച്ചിലും ഇപ്പോൾ അധികമായിട്ട് അനുവദിക്കുന്ന താൽക്കാലിക ബാച്ചിലും ഒക്കെ മിനിമം 60 കുട്ടികളെങ്കിലും ഒരു ബാച്ചിലിരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥയാണ് ഇനിയും ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഖാദർ കമ്മിറ്റിയുടെ ശുപാർശയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, 1:40 ആയിരിക്കണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള അനുപാതം എന്നുള്ളത് 1:40 ആയിരിക്കണം എന്ന ശുപാർശ എത്രയോ കാലം മുമ്പ് ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും ഒരു ബാച്ചിൽ 60 കുട്ടികൾ അല്ലെങ്കിൽ 62 കുട്ടികൾ അല്ലെങ്കിൽ 65 കുട്ടികളൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മിനിമം ഈ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളെ സംബന്ധിച്ച് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ അവസ്ഥയിലും സാധ്യമാവില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അതെ. ഇനി ഞാൻ പറയാലോ, ഈ മാർജിനൽ ഇൻക്രീസ് ആർക്കുള്ളതാ? മലബാറിന് മാത്രമുള്ളൊരു സാധനമായിട്ട് ഈ മാർജിനൽ ഇൻക്രീസ് അവശേഷിക്കുകയാണ്. ഒന്നെങ്കിൽ സ്റ്റേറ്റിലുടനീളം, സംസ്ഥാനത്തുടനീളം ഒരു 40-50 എന്നുള്ളത് നിശ്ചയിച്ചാൽ എല്ലായിടത്തും അങ്ങനെയായിരിക്കണം. അല്ലാതെ ഇവിടെ മാത്രം സംഭവിക്കുമ്പം അത് നടത്തുമ്പം ഈ പറയുന്ന പ്രശ്നമാണ് ഉണ്ടാവുന്നത്. അത് വലിയ ഒരു പോരായ്മയാണല്ലോ. അതായത് 25 കുട്ടികൾ ഇപ്പോൾ വേറൊരു ജില്ലയിൽ 25 കുട്ടികൾ വെച്ചുള്ള ബാച്ചുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇപ്പുറത്ത് 60-65 കുട്ടികളിരുന്ന് പഠിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല, ഒരു കാരണവശാലും കിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഇന്നിക്വാളിറ്റി കൂടെ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. സീറ്റുകളുടെ എണ്ണത്തിലുള്ള കുറവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്വാളിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ വളരെ വിസിബിൾ ആണത്. നമുക്ക് ഇപ്പം റീസെൻ്റ് ആയിട്ട് വലിയ ചർച്ചകളുണ്ടായല്ലോ, യൂത്ത് മുഴുവൻ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളത്. നമുക്കറിയാം, ഇവിടെ ഈ രീതിയിൽ ഇരുന്ന് പഠിച്ച കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ അവർക്ക് എന്തുണ്ടാവില്ല, ഒരു പക്ഷേ അവർ വിശ്വാസം അർപ്പിക്കുന്നു. ഇപ്പം NEP-യുടെ ഭാഗമായിട്ട് നമുക്കറിയാം, പിന്നെ 4 വർഷ ഓണേഴ്സ് ഡിഗ്രി ഇവിടെ നടപ്പാക്കി. അവിടെയും ചോയ്സാ, കുട്ടിയുടെ ചോയ്സാ. അതേ ചോയ്സിനുള്ള അവകാശം എവിടെയുണ്ട്? +1+2-നകത്തുണ്ട്. സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടീനോട് പോയിട്ട് കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ ആ കുട്ടിയുടെ കരിയറിൻ്റെ കാര്യം തന്നെ അവിടെ ഏകദേശം തീരുകയാണ്. അപ്പോൾ ആ ചോയ്സ് എവിടെ നിർബന്ധമായിട്ട് കിട്ടണം? അതിന് ഒരു എന്താ പറയുക, ഒരു ഒഴിവ് കഴിവുകൾ പറയുന്നത് എന്തല്ല, അതിനുള്ളൊരു മറുപടിയല്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇന്ന കോമ്പിനേഷന്, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ആ ചോയ്സ് ഓപ്റ്റ് ചെയ്യാൻ കുട്ടിക്ക് അവകാശമുണ്ടല്ലോ. അതാണ് കുട്ടി പഠിക്കേണ്ടത്. നിയമസഭയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തുള്ള ഒരു MLA എന്നത് പിന്നെ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളോ കുട്ടിയോ അല്ല പിന്നെ കോമ്പിനേഷൻ തീരുമാനിക്കുന്നത്, സർക്കാരാണ് തീരുമാനിക്കുന്നത്. സത്യമല്ലേ? കുട്ടി ആഗ്രഹിക്കേണ്ട കോഴ്സല്ലേ കുട്ടിക്ക് പഠിക്കേണ്ടത്. അവിടെ അത് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് ഒരു പക്ഷേ ആ കുട്ടിയുടെ കരിയർ തന്നെ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വലിയൊരു ഗ്രേവ് ഇഷ്യൂ ആണത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, എല്ലാ കാലവും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഈ വർഷം പോലും പ്രൈമറിലി ഡിസ്കസ് ചെയ്തത് സീറ്റ് ക്ഷാമത്തെക്കുറിച്ചാണ്. ഈ സീറ്റ് ക്ഷാമം കൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ്, അതുകൊണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിലുണ്ടാകുന്ന കുറവ്, അത് നമ്മളുടെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന അതിൻ്റെ ഒരു തോത്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഡിസ്കഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പോഴും സീറ്റുകളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറെ കൂടെ സമഗ്രമായി, കുറെ കൂടെ വിശാലമായി സംസാരിക്കുകയും ഇത് ഈ സീസണലായി മാത്രം ഉന്നയിക്കപ്പെടുന്നൊരു പ്രശ്നം മാത്രമല്ലാതായി കാണുകയും അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഇത് ഈ സീസൺ കഴിയുമ്പോൾ ഇതോടെ തീരും, അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും വരും. ഇങ്ങനെയാണ് എല്ലാ കാലത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഗ്രാവിറ്റിയിലേക്ക് പോകാൻ പാകത്തിലേക്ക്, ഞാൻ മീഡിയ അടക്കമാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ മീഡിയ ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ ഞാനടക്കമുള്ള മീഡിയ പേഴ്സൺസും ഇത് സംസാരിക്കുന്നത് ഈ സീസണിൽ മാത്രമാണ്. അപ്പോൾ ഇതൊരു തുടർ പ്രക്രിയ ആവുകയും ഇത് ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനെ ഇത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കുറെ കൂടെ ഗൗരവത്തോടുകൂടി ഇതിനെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു പണിയില്ലേ, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംശയമില്ലാതുള്ള ഉത്തരം. ഒന്നിപ്പോൾ പറഞ്ഞു, ഈ സീറ്റിൻ്റെ എണ്ണം അതവിടെ മാറ്റി നിർത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യം നമുക്ക് പറയാം. ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ആയിട്ടോ ഞാൻ പറയുന്നത്, സ്കൂളിങ്ങിനകത്ത് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിക്കകത്തും ഒരു സ്കൂളിൽ നിന്ന് കോമ്പീറ്റ് ചെയ്ത് സബ് ജില്ലയിലേക്കൊക്കെ പോയിട്ട് മത്സരിക്കുമ്പം തെക്കൻ ജില്ലകളിൽ വളരെ കുറച്ച് ആളുകളോട് കോമ്പീറ്റ് ചെയ്ത് പലർക്കും അവസരം കൂടുതൽ കിട്ടുന്നുണ്ട്. അതിവിടെ ഇല്ല. ഈ ഗ്രേസ് മാർക്ക് അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷന്. ഇപ്പോൾ 10 കഴിഞ്ഞ കുട്ടി +1 വരുമ്പോഴും
പ്ലസ് 1 കഴിഞ്ഞ് ആക്ടിവിറ്റീസിന് ലഭിക്കുന്ന ഗ്രേസ് അതെ മാർക്ക് ഞാൻ പറഞ്ഞത് ആർട്സും സ്പോർട്സും അടക്കമാണ്. അതിൽ പോലും എന്താണ് അക്കാഡമിക്സിന്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്, അവിടെ തീർച്ചയായിട്ടും ഉണ്ട്, നിഷേധിക്കപ്പെടുന്നു, പ്രശ്നമുണ്ട്, ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. നേരെ മറിച്ച് എന്നാൽ ഈ സ്കില്ലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ആവട്ടെ ആർട്സിനകത്താവട്ടെ അവിടെ എന്തുണ്ട്, ഈ ഇൻജസ്റ്റിസ് ഉണ്ട്, അവസരങ്ങൾ കുറവാണ്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഗ്രേസ് മാർക്ക് പിന്നെ ക്ലെയിം ചെയ്തിട്ട് അഡ്മിഷൻ കിട്ടുന്നിടത്ത് പോലും ഇവിടുത്തെ കുട്ടികൾ തഴയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് അക്കാഡമിക്സിൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ പറഞ്ഞ മറ്റ് ലൈഫ് സ്കിൽസ്, എക്സ്ട്രാ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഈ എല്ലാ സെൻസിലും ഇത് തൽക്കാലം ഇപ്പം പറഞ്ഞ 2 അംഗ സമിതിയെ വെച്ച് അങ്ങ് പഠിച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു സാധനമല്ല. ആ അർത്ഥത്തിലാണെങ്കിൽ ഞാൻ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞ് എനിക്കോ സാറിനോ സാധാരണക്കാരനോ കണക്കെടുത്ത് പറഞ്ഞു കൊടുക്കുക. ഈ പെർസ്പെക്റ്റീവിൽ ഇപ്പം പറഞ്ഞതിൽ കുറച്ചുകൂടെ ആഴത്തിൽ ഇൻഡെപ്തായി പഠിച്ച് ശാശ്വതമായൊരു പരിഹാരത്തിലേക്ക് വരണം. കാരണം നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ എത്തുന്ന കുട്ടികളിൽ പോലും ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പല പഠനങ്ങൾ തെളിയിച്ചതാ. NIRF റാങ്കിങ് ആവട്ടെ, UGCയുടെ മറ്റ് റാങ്കിങ് സംവിധാനങ്ങളാവട്ടെ, അവിടെയൊക്കെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കണം. അത് അവിടുത്തെ കുട്ടികളെ കുഴപ്പമാണോ? അല്ല, അവർ ഈ സിസ്റ്റത്തിലൂടെയാണ് വരുന്നത്. അവരെ പഠിപ്പിച്ച് കൊണ്ടുവന്ന സിസ്റ്റത്തിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. A+കളുടെ എണ്ണം പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടല്ലോ. A+ കുറഞ്ഞൊരു കുട്ടി, ആ കുട്ടിയുടെ ഒറ്റയ്ക്ക്, ആ കുട്ടി ആസ് ആൻ ഇൻഡിവിജ്വൽ, ആ കുട്ടിയുടെ തെറ്റാണോ? അല്ല, ഒരിക്കലും അല്ല. രക്ഷിതാക്കൾക്കും സമൂഹത്തിനും എനിക്കും നിങ്ങൾക്കും വകുപ്പിനുമൊക്കെ അതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളൊരു ആംഗിൾ കൂടെ അതിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വെറും സീറ്റുകളുടെ മാത്രം പ്രശ്നമല്ല, ഒരു സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിനെക്കുറിച്ച് കുറെ കൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. വെറും സീറ്റല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തിൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ ഭാവി തന്നെയാണത്. അതെ. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് കാര്യം മാത്രമാണ് ഈ സീറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതുണ്ടാക്കുന്ന ആഘാതങ്ങൾ കുറെക്കൂടെ ഗൗരവത്തോടുകൂടി നമ്മൾ ഇനിയും തുടർന്നും സംസാരിക്കണം എന്നാണ്. അത് ഞാൻ പറയുന്നത്, നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ വിഭാഗവും അതിനെക്കുറിച്ച്, ഇപ്പോൾ മീഡിയ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ അതിനെക്കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഇത് ക്വാളിറ്റി എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും കൂടുതൽ റിപ്പോർട്ടുകളും ഒക്കെ വരേണ്ടതുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. +1 സീറ്റ് ക്ഷാമം എന്ന്, അത് സീറ്റ് ക്ഷാമം മാത്രമല്ല, ഒരുപക്ഷെ സീറ്റ് ക്ഷാമത്താൽ തഴയപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ മാത്രമല്ല, ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുകൂടി ഗൗരവമുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു 10ാം ക്ലാസ് റിസൾട്ട് വന്നതിന് ശേഷം 1-2 മാസം നിലനിൽക്കുന്നൊരു പ്രശ്നം മാത്രമല്ല, തുടർച്ചയായി ഫോളോ അപ്പുകൾ ആവശ്യമുള്ള, തുടർച്ചയായി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. തുടർന്ന് അങ്ങനെയാണ് അതിനെ നമ്മൾ സമീപിക്കേണ്ടത്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.